ഹേയ് മാളു, ഹായ്. ആഹാ, ദാ കൂട്ടുകാരെല്ലാം കാത്തു നിൽപ്പുണ്ടല്ലോ. ഗീതുമോളും ഉണ്ടല്ലോ. മറ്റേത് അമൃതയല്ലേടി? ആണമ്മ. അനു ഉണ്ട്, അച്ചു ഉണ്ട്. ഇത് അശ്വതി മോളും അത് പിന്നെ നമ്മുടെ അനുഗ്രഹക്കുട്ടിയും അല്ലേ? ഇറങ്ങുന്ന അവര് നിങ്ങളെ കാത്ത് നിൽക്കുമല്ലേ. ചെല്ല്, ഇറങ്ങിപ്പൊക്കോ. ഇറങ്ങും അമ്മ. മീനൂസേ വരുന്നില്ലേ? ബാ. ഇറക്ക് ചേച്ചി എന്നെ. അമ്മേ ബാഗ്. മക്കളെ, ആന്റി പോട്ടെ. ആന്റി ബൈ. വാ, എന്നാ നമുക്ക് ക്ലാസ്സിൽ പോവാം. 9:45 ആടി, വാ പോവാം. നടന്നോ. അമ്മു, അമൃതേ, ഡി വാടി. ഹായ് ബിക്കു, നേരത്തെ വന്നോ ഇന്ന് ക്ലാസ്സിൽ? ആ, അശ്വതി വന്നാ? അല്ല അശ്വതി, നീ ഒറ്റയ്ക്കേ ഉള്ള? അവളെന്തിയേ? നിന്റെ കൂടെ വരുന്ന മീനു, അനുഗ്രഹിക്ക? ആ, അവന്മാര് വരുന്നുണ്ട്. ഞാനിങ്ങ് പോന്നു. നീ ഒറ്റയ്ക്കേ ഉള്ള? വേറെ ആരും വന്നില്ലേ ക്ലാസ്സിൽ? വന്ന് മനു വന്ന്. അവൻ പുറത്തോട്ട് പോയി. ആണോ? ആ. ഹലോ ഗേൾസ് ആൻഡ് ബോയ്സ്. ഹായ് സിനു, നീ വന്നോ? കമോൺ. ആഹാ, ബിക്കു ചേട്ടൻ നേരത്തെ ആണല്ലോ. എടാ നീ ഇവിടെ വാ, നമുക്ക് അങ്ങോട്ട് കയറിയിരിക്കാം. ഇവിടെ വാടാ മച്ചാ, ഇവിടെ ഇരിക്കുന്ന രസം. എന്നാ ഓക്കേ. അല്ലെങ്കിൽ വേണ്ടടാ, നമുക്ക് നന്നാവാം. ആ ഫ്രണ്ടിലെ 3ാമത്തെ ബെഞ്ചിലോട്ട് വാ, അവിടെ ഇരിക്കാം. അതല്ലേ ഞാനും ആദ്യം തന്നെ പറഞ്ഞ പൊട്ടാ. സോറി മച്ചാ, ഇരിയടാ നീ അവിടെ. ടീച്ചർ വന്നില്ലല്ലോ ഇതുവരെ. ആടി സത്യം. അല്ല, ഇവളിതെപ്പോ വന്നു? ബാ, നമുക്കും പോയിരിക്കാം. ഇപ്പുറത്തിരിക്കാം കേട്ടോ. എടാ, നീ ഹോംവർക്കൊക്കെ ചെയ്താ വന്നിട്ട്? ആ, പിന്നല്ലാതെ കുറെ ഉണ്ടായിരുന്നല്ലോ. ആ, ട്യൂഷൻ ക്ലാസ്സിൽ ചെയ്തോ? ഞാൻ കൂട്ടിയെല്ലാം എഴുതി വെച്ചു. നീ ചെയ്തില്ലേ? ഞാൻ ചെയ്തു കുട്ടി, ഞാൻ എല്ലാം ചെയ്തു നേരത്തെ. അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കൂട്ടാനും കുറക്കാനൊക്കെ അല്ലാതെ വേറും തന്നില്ലായിരുന്നല്ലോ അല്ലേ? ഇവിടുത്തെ എല്ലാം ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ചെയ്തു. ഓ, നിങ്ങൾ എൻ്റെ ഒരു ട്യൂഷൻ ക്ലാസ്സിലാണല്ലേ? ഐ സി. ഇവിടത്തേക്ക് നമുക്ക് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ളായിരുന്നടാ അല്ലേ? എനിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ആടാ, കൂട്ടാനും 10 ക്വസ്റ്റ്യൻ, കുറക്കാനും 10 ക്വസ്റ്റ്യൻ, അത്ര ഉള്ളായിരുന്നു. വേറൊന്നും ഇല്ലായിരുന്നു. വേറെ നമുക്ക് ഇംഗ്ലീഷിന്റെ ഹോംവർക്ക് ഉണ്ടായിരുന്നു. എഴുതിയോ നീ? ഇംഗ്ലീഷിന്റെയാ? എപ്പാ? ഞാൻ കേട്ടില്ലല്ലോ. എടാ, അത് നീ കേൾക്കാനേ നീ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു, അതുകൊണ്ടാ. ഇംഗ്ലീഷിന്റെ ഹോംവർക്ക് ഏതായിരുന്നടാ? ഞാനും കേട്ടില്ലല്ലോ. ദേവി, ഈ ബുക്കിൽ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ട? നമ്മളോട് ടീച്ചർ പറഞ്ഞില്ലായിരുന്ന എ കൊണ്ടും ബി കൊണ്ടും സി കൊണ്ടും എല്ലാ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൊണ്ടും 10 വേർഡ്സ് എഴുതിക്കൊണ്ട് വരണമെന്ന്? നീ ചെയ്തില്ലായിരുന്നോ? ടീച്ചർ പറഞ്ഞായിരുന്നല്ലോ. നമുക്ക് ഇന്നലെ ക്ലാസ്സിലായിരുന്നല്ലോ. പിന്നെ വെള്ളിയാഴ്ച വന്നതല്ലേ ഇത്. ഇന്നലെ ക്ലാസ്സിലായിരുന്നു. ശനി ഞായർ അവധി ഉണ്ടായിരുന്നു. പിന്നെ ഇന്നല്ലേ ഉള്ളു. ഇത്രയും ദിവസം നീ എഴുതിയില്ലേ ഇത്? അയ്യോ, ഞാൻ കേട്ടില്ല. ഇതിപ്പോ മിസ് വരുമ്പോ പറയുമല്ലോ ഇത്ര ദിവസം അവധി ഉണ്ടായിട്ട് എഴുതിയില്ലേന്ന്. മിസ്സിന്റെ പീരീഡ് എപ്പോഴാടാ? 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെയോ എന്തോ അല്ലേ? 4ാമത്തെ പീരീഡാ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ആ, രാവിലത്തെ ഇന്റർവെല്ലിനോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ എഴുതാം, അതാ നല്ലത്. ഇപ്പൊ സമയമുണ്ടല്ലോ, എഴുതിക്കൂടെ? ഏയ്, ഇപ്പൊ അതിനാവശ്യമില്ലല്ലോ, വേണ്ട. ആ, 4ാമത്തെ പീരീഡ് ആണോ? അന്നേരം പിന്നെ ഞാനും ചെയ്ത് ഹോംവർക്ക് സെറ്റടാ. നീ ബുക്ക് തരണേ. ആ, ബുക്കൊക്കെ തരാൻ ഞാൻ. ഇവളിതെന്താണ് വന്ന് അന്നേരം തൊട്ട് ഇങ്ങനെ നിൽക്കുവാണല്ലോ. കാവൽക്കാരിയായിട്ട് നിൽക്കുവാന്നാ തോന്നേ. ഓ, എല്ലാരും കണ്ടാലേ മാറത്തുള്ളൂ. എന്തോ ചെയ്യാന്, അവിടെ നിൽക്കട്ടെ. അനു കണ്ടോ ഇത്? ആ, വിളിച്ച് കാണിക്കാം. അനു അനു ഇടി അനുഗ്രഹേ,
അനു. ഷടാ, ഈ ലക്ഷ്മി ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യും? ഓ, ഏത് ബെഞ്ചിരിക്കാനാ? ആ ബെഞ്ച് മീനുണ്ട്. എനിക്ക് അവളെ ഒരു താല്പര്യമില്ല. ഇതെന്താ ഇവൾമാർ തമ്മിൽ അടിച്ചു പിരിഞ്ഞോ? ഇവളെന്താ ഇപ്പുറത്തിരിക്കുന്നേ? ആ, നൈസായിട്ട് വന്ന് സംസാരിച്ച് നോക്കാം. പിരിഞ്ഞതാണോ അല്ലേന്നറിയാലോ. എന്താടി മീനു, എന്തിനാ വിളിച്ചേ? അതാരാന്നൊന്ന് നോക്കിക്കേ മോളെ. ഇതാ ഗൗരിയല്ലേ? അല്ല, ഇവളെന്താ അശ്വതിയുടെ കൂടെ പോയിരിക്കുന്നേ? എനിക്ക് തോന്നുന്നു അവൾ അശ്വതിയുടെ തന്നെ എന്തോ ചോദിച്ചറിയാൻ വേണ്ടി പോകെ. ഹായ് അശ്വതി. ആ, ഗൗരി. വേറെ ആരും വന്നില്ലേടി? വന്നല്ലോ, നീ കണ്ടില്ലേ? ദേ മീനും ഉണ്ട്, അനുഗ്രഹമുണ്ട്, പിന്നെ ദാ ബിക്കോസിനും ഉണ്ട്. ഇത്രയും പേരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പുറത്ത് ബാക്കിയുള്ളവരും ഉണ്ട്. ചേടാ, ചോദിച്ചത് ഒത്തില്ലല്ലോ, ഒന്നും കൂടെ ചോദിക്കാം. അങ്ങനല്ല, വേറെ ഗേൾസ് ഒന്നും അധികം വന്നില്ലേന്ന്. ആ, ഞാൻ കയറിയിട്ട് ക്ലാസ്സിൽ ഇവന്മാരുടെ വരെ വന്നുള്ളൂ, വേറെ ആരെയും കണ്ടില്ല. പിന്നെ എങ്ങനെ വന്ന രാവിലെ ഇങ്ങോട്ട്? ചേച്ചിയായിട്ട് ആണോ? ആ, ഞാനും എൻ്റെ ചേച്ചിയായിട്ടാ വന്നേ. പിന്നെ നമ്മുടെ ചേച്ചിമാരുണ്ട്, ഒരു ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ? ആ, അതെ. എടി, ഈ ഗൗരി എന്തോ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ടല്ലോ. എന്ത് വായിരിക്കും എന്നാലും അത്? സംഭവം സിമ്പിളല്ലേ, അവളായിട്ട് എങ്ങനെയും ഒന്ന് അടുത്ത് കിട്ടിയാലല്ലേ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാ ഇപ്പോഴല്ലേ അവള് നമ്മളിന്ന് മാറിയിരിക്കുന്നേ, അതാടി. സത്യത്തിൽ നമ്മള് അച്ചുമായിട്ട് പിണങ്ങിയിട്ടൊന്നുമില്ലല്ലോ, പിന്നെന്താ? എനിക്ക് തോന്നുന്നു ഗൗരിയുടെ വിചാരം നമ്മളും അച്ചു നമ്മൾ പിണങ്ങിയെന്ന്. അതുകൊണ്ടാണ് അവളുടെ അടുത്ത് പോയിട്ട് എന്താ കാര്യം എന്നൊക്കെ അറിയാൻ പോണത്. അല്ല, സത്യത്തിൽ അശ്വതി എന്താ അവിടെ മാറിയിരിക്കുന്നേ? അവളുടെ ഏതോ ബുക്ക് കാണുന്നില്ലെന്ന് പറഞ്ഞ് തപ്പാൻ വേണ്ടി പോയിരുന്നല്ലേ അവിടെ. എന്നിട്ട് ഇവിടെ ഇതുവരെ വന്നില്ലല്ലോടി. അതൊക്കെ അവൾ വരുമടി, ബുക്ക് കിട്ടി കാണത്തില്ല. നമുക്ക് ഒരുമിച്ച് പോയി നോക്കിയാലോ? അത് വേണ്ട, ഇപ്പം ചെല്ലണ്ട. അങ്ങനെയാണെങ്കിൽ ഗൗരി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അവൾ ചോദിക്കട്ടെന്നേ. ചോദിക്കട്ടെ. ഇനി ഇവളോട് നേരിട്ട് ചോദിച്ചാലോ കാര്യം? ഇവള് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അവൾമാർക്കിട്ട് നല്ല പണി കൊടുക്കുമ്പോൾ ഇവളെ യൂസ് ചെയ്യാം. നോക്കാന്നേ. അല്ല അശ്വതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടി, ചോദിക്കും. നീ എന്താ ഇപ്പുറത്ത് വന്നിരുന്നേ? എപ്പുറത്ത്? ആ, മീനു അനശ്വര അപ്പുറത്തല്ലേ ഇരിക്കുന്ന. നീ എന്താ അവൾമാരുടെ ആയിരുന്നല്ലോ നടന്നുകൊണ്ടിരുന്നേ, പെട്ടെന്ന് ഇപ്പുറത്തോട്ട് വന്നിരുന്നാ ഞാൻ ചോദിച്ചേ. അടിയിട്ട് കാണുമല്ലേ? പിണങ്ങി കാണുമെന്ന് എനിക്ക് ഉറപ്പാ. എന്തായാലും നീ അവൾമാരിന്ന് മാറി നന്നായി. നിനക്ക് അവരുടെ സ്വഭാവം അറിയാനിട്ടാടി. ആ മീനൊക്കെ എന്ത് സാധനമാണെന്നറിയാവോ? നിന്നെ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടി വരെ കാത്തിരുന്നാൻ തോന്നുന്നു. ആ, ഇനി എന്തായാലും നീ ഈ ക്ലാസ് ഒറ്റയ്ക്കല്ല, നീ എൻ്റെ ലക്ഷ്മിയുടെയും കൂടെയൊക്കെ ജോയിൻ ചെയ്തു. നമുക്ക് 3 പേർക്ക് നല്ല ഫ്രണ്ട്സായിട്ടിരിക്കാം. നന്നായിട്ട് എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആവാം. അവൾമാർക്ക് ഇരുന്നാൽ പണിയും കൊടുക്കാം. നീ വരടാവണ്ട. നീയായിട്ട് പിണങ്ങാനുള്ള ശിക്ഷ നമുക്ക് തിരിച്ചു കൊടുക്കാടി. അല്ല, അവൾമാർ ഭയങ്കര സാധനങ്ങളാടി. അവൾമാരായിട്ട് കൂട്ടുകൂടാത്തതാണ് ഏറ്റവും വലിയ നല്ല കാര്യം. അയ്യോ, നിർത്ത്. മതി ഗൗരി, ഇതിപ്പോൾ കുറേ ആയല്ലോ. ഈ പറഞ്ഞത് എവിടാ പോണേ? ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടും ഒന്നുമില്ല. അതെ, കഴിഞ്ഞ ദിവസം എൻ്റെ മലയാളത്തിൽ നോട്ട് ഇവിടെ എവിടെയോ മിസ്സായി. അപ്പോൾ ഞാൻ തപ്പാൻ വേണ്ടിയിട്ട് വന്നതാ. ഞാൻ കൈലാസ്യങ്ങൾ ഇവിടെ അല്ലേ ഇരുന്നത്, അതുകൊണ്ട് ഇവിടെ തന്നെ കാണുമെന്നറിയാം. അങ്ങനെ നോക്കാൻ വേണ്ടി വന്നതാ. ആ നോട്ട് കിട്ടി. അതെടുത്ത് വെക്കുന്നതിനിടക്ക് നീ ഇവിടെ കയറിയാന്നിരുന്നത്. പിന്നെ നീ എന്താ ഞങ്ങൾ തമ്മിൽ പിണങ്ങോന്നറിയാൻ വേണ്ടി പലതും എന്നോട് ചോദിച്ച്. ലാസ്റ്റ് നിന്റെ പോയിന്റ് എത്തി. നീ കാര്യം പറഞ്ഞു ഞങ്ങൾ പിണങ്ങിയെന്നാണ് മോളുടെ വിശ്വാസമെങ്കിൽ അത് വെറും തെറ്റാട്ടോ. ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ല. എനിക്ക് അവരുടെ നേരെ പണി കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. എടി, എന്തോ കാര്യമായിട്ട് അവൾ പറയുന്നുണ്ടല്ലോ. ഈ ഗൗരി എന്തൊക്കെയായി പറയുന്നേ? ആ, ദേ അച്ഛൻ തിരിച്ചു പറയുന്നുണ്ടല്ലോ. ദേടി, നോക്ക്. ദേ അച്ഛൻ അവിടെ നെണീറ്റല്ലോ. സംതിങ് ഫിഷി, നമുക്ക് കണ്ടുപിടിക്കാം. അയ്യോ, ഞാൻ പറഞ്ഞെല്ലാം കൂടി പോയോ? അവളിത് വല്ല ആൾമാരോടെ പറയോ?
ഷെടാ ഓഫ്, അവൾ പിണങ്ങിയോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. എൻ്റെ മിസ്റ്റേക്കാ. ഇവക്കൊന്നും വേറെ പണിയില്ലേ, എപ്പോൾ നോക്കിയാൽ അടിയുണ്ടാക്കണം. ആപ്പാട് LKG-യിലല്ലേ ആയുള്ളൂ. ഇതെന്താ അശ്വതി എവിടെ പോണ് ബാഗൊക്കെ ആയിട്ട്? അതെടാ സത്യടാ, ഇവിടെ എവിടെ പോണ്? ഹായ് മോൾ, മലയാളം ബുക്ക് കിട്ടിയോ? കിട്ടിയടി, അവിടെ താഴത്തിന് കിടപ്പുണ്ടായിരുന്നേ. പിന്നെ മലയാളത്തിന് നമുക്ക് ഹോംവർക്കൊന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ലടി ഇല്ല. നിങ്ങളോട് അവൾ എന്തോ അടി ചോദിച്ചേ ആ ഗൗരി? എടി അവക്കിപ്പോ നമ്മളെല്ലാരും തമ്മിൽ പിണങ്ങിയാന്നൊക്കെ അറിയാനായിരുന്നു. അവളെൻ്റെ അടുത്ത് അതും ഇതൊക്കെ ചോദിച്ചു. നമ്മൾ പിണങ്ങിയോ, നിങ്ങളായിട്ട് മിണ്ടരുത്, കൂടെ വിട്ടരുത്, അങ്ങനെ ഒത്തിരി കാര്യമൊക്കെ പറഞ്ഞു. നിങ്ങളൊക്കെ ചീത്ത പിള്ളേര് അങ്ങനെയൊക്കെ പറഞ്ഞേട്ടാ. ഞാൻ നൈസായിട്ട് എണീറ്റ് പോന്നു. അല്ല, ഈ ഗൗരിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ സ്വഭാവം? ഇവളും അതെ, ലക്ഷ്മി അത് തന്നെ. സത്യല്ലേ, അവൾമാരെന്താ ഈ ടൈപ്പ്? ഗൗരി, നീ ആ ഹോംവർക്ക് എല്ലാം ചെയ്തോ? എന്റെ ഹോംവർക്ക് അല്ലേ, ഞാൻ നോക്കിക്കോളാം ചെയ്യണോ വേണ്ടെന്ന്, നീ നോക്കണ്ട. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നത്തെ മറുപടി കിട്ടി. ഇതാ അവതാരം ചെസ് നമ്പർ 1, എമ്മ ഓൺ ദി സ്റ്റേജ്. എടാ എന്നാലും ലക്ഷ്മിയോടെ പോയി? ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയാലേ വരുള്ളൂ. വെയിറ്റടാ. ഹായ് അമ്മ, വാടി ഇവിടെ വന്നിരി. ആ ഗൗരി ഉണ്ടായിരുന്നോ? വരുന്നടി. ആ ലക്ഷ്മി വന്നില്ലേ? ഇല്ല, അവള് വരുമെന്ന് ഇന്നലെ പറഞ്ഞു. ഓ പിന്നെ ഇത് കല്യാണ വീടല്ലേ? വന്നായിരുന്നോ? വരുന്നടി. ആ ഇനി വരും, വിളിച്ച് എന്ത് വാരി വരും. സത്യം, അത് ഇഞ്ചി പറഞ്ഞ കറക്റ്റാ മീനു കേട്ടാ. സത്യം ആടി കറക്റ്റാ. ഓ ബാക്കിയെല്ലാരും എത്തിയായിരുന്നു. അന്തടി പോണ അങ്ങനെ ഒരു ടോക്ക്. നമ്മക്കൊക്കെ ഇവിടെ വന്നൂടെ? ഞങ്ങളും പഠിക്കാൻ തന്നെയാണേ വരുന്നേ. ഓഹോ, ഇവൾ വന്ന് കയറിയപ്പോ തന്നെ അടിയിടാനുള്ള പുറപ്പാടാണല്ലോ. നമുക്ക് നോക്കാടി. അതെ എന്റെ പൊന്നു, ഇവൾ മാറി ഗെറ്റപ്പും ഈ ഷോയും തന്നെ കണ്ടിച്ചാ മതി. ആ പാട്ട് LKG-യിലല്ലേ ആയുള്ളൂ, അതിനുമ്പോ ഇങ്ങനെയൊക്കെയാണോ? ആടാ സത്യവാ, നീ പറഞ്ഞ എല്ലാം കറക്റ്റാ. ആടാ ശരിയാട്ടോ സിനു. ഇവൾമാർക്ക് രണ്ടെണ്ണത്തിന് എന്ത് അഹങ്കാരവാ. മിണ്ടാതിരി പിള്ളാരെ, നമ്മളതിനായിട്ട് കുറ്റംകാരാണ്. അവരെന്താന്ന് വെച്ചാ ചെയ്യട്ടെന്ന്. അത് മീനു പറഞ്ഞ കറക്റ്റാട്ടാ. ആ എന്റെ അമ്മയും പറയാറുണ്ട് ഇത്, സത്യമാട്ടോ. എടി ഈ ലക്ഷ്മി ഇതെവിടാ? ഇവളെ കാണുന്നില്ലല്ലോ. വരാതിരിക്കോ?